സൂറത്തുൽ അഅല നമ്മളധിക പേർക്കും മനഃപ്പാഠമുള്ള സൂറത്താണ്. വെള്ളിയാഴ്ചകളിലും മറ്റുമൊക്കെ നമസ്കാരത്തിൽ ഓതാറുള്ള സൂറത്താണ് സൂറത്തുൽ അഅല. എല്ലാവരും മുസ്ഹഫിൽ നോക്കുക. ഇന്ന് ഞാൻ പ്രത്യേകം സ്വീകരിക്കുന്ന ഒരു രീതി, ഓരോ ആയത്തിൻ്റെ മുമ്പും ആ ആയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളൊന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പാരായണം തുടങ്ങുക എന്നതാണ്. ആദ്യമായി ശ്രദ്ധിക്കൂ, എല്ലാവരും ഖുർആനിൽ നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ബിഹിസ്മ റബ്ബിക, റബ്ബിക എന്ന റാഇനെ തഫ്ഖീം ചെയ്യണം. അതുപോലെ റബ്ബിക്കൽ അഅല, ഐന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അഅല അഅല എന്നായി അഅല. സബ്ബിഹ് ഇസ്മ എന്നായിരുന്നു. വസ്ലിൻ്റെ ഹംസയുടെ നിയമം നാം സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്. ചേർത്ത് വായിക്കുമ്പോൾ വസ്ലിൻ്റെ ഹംസ ഉച്ചാരണത്തിൽ നിന്നും കളയപ്പെടും എന്നത്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല. അടുത്ത വചനം ആരംഭിക്കുന്നത് വസ്ലിൻ്റെ ഹംസ കൊണ്ടാണ്. അല്ലദീ ഖലഖ. അത് ഒന്നാമത്തെ ആയത്തുമായി ചേർത്ത് ഓതുകയാണെങ്കിൽ ഉച്ചാരണത്തിൽ നിന്നും കളയണം എന്നതാണ് നിയമം. ഏതുപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലല്ലദീ ഖലഖ ഫസവ്വ. ഒരു കാരണവശാലും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ എന്ന് ഓതരുത്, അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് വഖഫ് ചെയ്തുകൊണ്ട് തന്നെ ഓതിപ്പോകാം, ഓതാം. എല്ലാം ശ്രദ്ധിക്കൂ. അല്ലദീ ഖലഖ ഫസവ്വ. മൂന്നാമത്തെ ആയത്തിൽ ഖദ്ദറ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കുക. ഖലഖ നമ്മൾ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഖദ്ദറ. ഇതിൽ ഖാഫിന് തഫ്ഖീം വേണം, റായിനും തഫ്ഖീം വേണം. ഖദ്ദറ എന്ന ഇപ്പോൾ ഖദ്ദറ ഖദ്ദറ. ഫഹദ ഫഹദ. ഓതി നോക്കൂ. വല്ലദീ ഖദ്ദറ ഫഹദ. അടുത്ത ആയത്തിൽ വല്ലദീ അഖ്റജ എന്ന ദീർഘം മുൻഫസിലാണ്. മദ് മുൻഫസിൽ ജായിസ് എന്നാണ് അതിൻ്റെ പേര്. അത് ജായിസ് മാത്രമാണ്, നീട്ടുകയും നീട്ടാതിരിക്കുകയും ചെയ്യാം. നമുക്ക് ഏതായാലും നീട്ടിക്കൊണ്ട് ഓതിപ്പോകാം. പക്ഷെ അതിൻ്റെ ഹുക്മ് ജായിസ് ആകുന്നു. ദീർഘം നൽകുകയും നൽകാതിരിക്കുകയും ചെയ്യാൻ അനുവാദമുണ്ട്. വല്ലദീ അഖ്റജൽ മർഅ എന്ന് നീട്ടാതെ ഓതാം. നമുക്ക് ദീർഘം നൽകിക്കൊണ്ട് ഓതാം. വല്ലദീ. നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ ജായിസാണ്. വല്ലദീ അഖ്റജൽ മർഅ. അടുത്ത വചനത്തിലെ ഗുസാഅൻ എന്ന ദീർഘം നിർബന്ധമായും നൽകണം. അതും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ് എന്നാണ് പറയുക. ഗുസാഅൻ എന്ന തൻവീനിനെ അല്പം പോലും മണിക്കരുത്. ഇൽഹാർ ഹൽഖി നൽകിക്കൊണ്ട് മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. ഫജഅലഹു ഗുസാഅൻ അഹ്വ. അടുത്ത വചനത്തിലെ ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖലത്ത് നൽകുക. ഫല തൻസ അവിടെ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക. ഇഖ്ഫ എന്നതാണ് നിയമം. തൻസ എന്ന് വഖഫ് ചെയ്യുമ്പോൾ ആ ദീർഘം നൽകാൻ പാടില്ല. അവിടെ മദ് എഴുതിയിട്ടുണ്ട് ഖുർആനിൽ. അത്